ഈ കുട്ടി പഠനത്തിലും മറ്റു നന്മയിലും മുന്നിൽ നിൽക്കുന്ന ഒരു പാവം. പക്ഷേ ലോകം അവന്റെ നന്മകൾ കണ്ടില്ല. കുറ്റപ്പെടുത്തുകൾ കൊണ്ട് അവർ അവനെ തല്ലിക്കെടുത്തി. അവന്റെ മനസ്സിനെ അവർ വേദനിപ്പിച്ചു. ഇത് ഒരു കുട്ടിയുടെ കഥയാണ്. മാതാപിതാക്കളുടെ ദുആയും ആ കുരുന്നു മനസ്സിന്റെ വേദനയും ചേർന്ന് പിറന്ന കഥ. ഒരു ഹൃദയസ്പർശിയായ കഥ, അലീമിന്റെ കഥ. അബ്ദുൽ അലീം, പേര് പോലെ തന്നെ മനസ്സ് ശുദ്ധമായവൻ, ഹൃദയം പ്രകാശം കൊണ്ട് നിറഞ്ഞവൻ, എല്ലാ കാര്യങ്ങളിലും അഗ്രഗണ്യൻ. അവനൊരു ഉസ്താദിന്റെ മകനായിരുന്നു. പക്ഷേ ആ കാര്യം അവന് ഗുണത്തേക്കാൾ കൂടുതൽ അവനൊരു കടമയായി മാറുകയാണ് ചെയ്തത്. സമൂഹത്തിന്റെ മധ്യത്തിൽ അത് അവനൊരു ചോദ്യചിഹ്നമായി മാറി. കുട്ടിക്കാലത്തിന്റെ വികൃതികളും കുട്ടിക്കാലം അവന് സമ്മാനിച്ച കുഞ്ഞു കുഞ്ഞു കുറുമ്പുകളും പോലും അവന് കാണിക്കാൻ വയ്യാതായി. കൂട്ടുകാരുടെ കൂടെ കളിച്ചാലും കുഞ്ഞു കുഞ്ഞു കുറുമ്പുകൾ കാണിച്ചാലും ഇച്ചിരി ഉറക്ക സംസാരിച്ചാലും നീ ഉസ്താദിന്റെ മകനല്ലേ, അങ്ങനെയൊക്കെ ചെയ്യാമോ എന്ന ചോദ്യങ്ങൾ അവനെ വേട്ടയാടിക്കൊണ്ടിരുന്നു. എന്നാൽ അവൻ ചെയ്യുന്ന നല്ലതൊന്നും ആരും കണ്ടില്ല. വാർഷിക പരീക്ഷയിൽ ഫുൾ A+ വാങ്ങിയതും, രാവിലെ കുളിച്ച് വൃത്തിയായി ഫജ്റിന് പോകുന്നതും, 5 നേരം ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നതും എല്ലാം നല്ലതും അവൻ ചെയ്തിരുന്നു. പക്ഷേ അതൊന്നും ആരും കണ്ടില്ല. എന്നാൽ അവന്റെ ചെറിയ ചെറിയ രോഷവും കുട്ടിത്വത്തിന്റെ കുസൃതികളുമൊക്കെ ലോകം ചികഞ്ഞു കണ്ടുപിടിച്ച് അവനെ നിരന്തരം കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു. പക്ഷേ അവന്റെ ഉമ്മ, സുന്ദരമായ കണ്ണുകളിലും ഈമാന്റെ ഉറപ്പുള്ള ഉമ്മ, അവരാണ് അവനെ രാവിലെ സുബഹിക്ക് വിളിക്കുന്നത്. മോനെ, സുബഹി നിസ്കരിക്കേണ്ടടാ, എണീക്കടാ എന്ന വിളി കേട്ടാണ് അവൻ അവന്റെ ദിവസം തന്നെ തുടങ്ങാറ്. അവന്റെ ഉപ്പ ഹൃദയശുദ്ധിയുള്ള ആളും ശാന്തനുമായിരുന്നു അവന്റെ ഉപ്പ. അദ്ദേഹം അവനെ നോക്കും, ഒരു മൗനത്തോടെ. അദ്ദേഹത്തിന്റെ കണ്ണുകൾ അദ്ദേഹം പറയാതെ പറയും, മോനെ, എന്റെ ദുആ എപ്പോഴും ഏതവസ്ഥയിലും നിന്റെ കൂടെ ഉണ്ടടാ, നീ പഠിച്ച് വലിയൊരാളാവുമടാ. അവന്റെ നാട്ടുകാർ അവനെന്നും ഒരു വെല്ലുവിളിയായിരുന്നു. അവന്റെ കുറ്റം അവർ ചികഞ്ഞു നടന്ന് കണ്ടുപിടിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് അവർ ചോദിച്ചു, നീ ഒരു ഉസ്താദിന്റെ മകനല്ലേ, അങ്ങനെയൊക്കെ ചെയ്യാമോ? ഒരിക്കൽ പോലും അവനുള്ള നന്മകൾ കണ്ടുപിടിക്കാൻ ആരും ശ്രമിച്ചില്ല. അത് അവന്റെ കുരുന്നു മനസ്സിനെ വേദനിപ്പിച്ചു. തളർന്നിരിക്കുന്ന ആലിമിനെ ചേർത്ത് പിടിച്ച് അവന്റെ ഉപ്പയും ഉമ്മയും പറഞ്ഞു, മോനെ, എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിന്റെ ഒപ്പം ഞങ്ങളുണ്ടടാ. ജീവിതത്തിലെ ഏറ്റവും വലിയ സെൽഫ് മോട്ടിവേഷൻ അവന് പറഞ്ഞു കൊടുത്തു. എടാ, നമ്മൾ തോറ്റു കാണുമെന്ന് ആഗ്രഹിക്കുന്നവരുടെ മുന്നിലൂടെ ജയിച്ചു കാണിക്കുന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിജയമെന്ന്. പക്ഷേ നല്ലത് ചെയ്യുമ്പോഴും കുറ്റപ്പെടുത്തുന്ന അവന്റെ നാട്ടുകാർക്ക് മുന്നിൽ അവൻ ഏറെ വേദനിച്ചിരുന്നു. ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ പള്ളിയിൽ പോകാൻ മടിക്കുമ്പോൾ അവന്റെ ഉമ്മ അവനെ ചേർത്ത് നിർത്തി പറയും, മോനെ, ആൾക്കാർ നമ്മളെ തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുമ്പോഴും നമ്മുടെ റബ്ബിന്റെ അടുക്കൽ മാത്രം ശരിയായാൽ മതിയടാ. അപ്പോൾ അതുവരെ പിടിച്ചു വെച്ചിരുന്ന കണ്ണീർ ധാരധാരയായി ചേർത്ത് പിടിച്ചിരുന്ന അലീമിന്റെ മുഖത്തേക്ക് വീണു. അത് അലീമിനെ പൊള്ളിച്ചു. അന്ന് അവൻ തീരുമാനിച്ചു, കുറ്റപ്പെടുത്തുന്നവർ കുറ്റപ്പെടുത്തട്ടെ, എന്റെ റബ്ബും എന്റെ മാതാപിതാക്കളും എന്റെ കൂടെയുള്ളത്തോളം ഞാൻ തളരില്ല. അന്ന് മുതൽ അലീം പുതിയ ഒരാളായി. പഠനത്തിലും വായനയിലും കലയിലും ഇബാദത്തിലും അവൻ വളർന്നു. ഇന്നവൻ ഒരു ജില്ലയുടെ കളക്ടറാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ കളക്ടർ. പുച്ഛിച്ചു തള്ളിയവർ അവന്റെ അടുക്കൽ സഹായത്തിനെത്തി. കുറ്റപ്പെടുത്തിയ നാട്ടുകാർ സ്വന്തം മക്കളോട് പറഞ്ഞു, നിങ്ങൾ ആ അബ്ദുൽ അലീമിനെ കണ്ടുപിടിച്ച്. ഇന്ന് അവൻ അവന്റെ നാട്ടിൽ ചീഫ് ഗസ്റ്റായി എത്തുന്ന ദിവസമാണ്. ഇന്ന് ആ സ്റ്റേജിൽ അവന് പറയാനുള്ളത് ഇതായിരുന്നു. പുന്നാരി നബിതങ്ങളുടെ പേരമക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ വളരെ കുറുമ്പും കുസൃതിയും കാണിച്ചാണ് വളർന്നത്. നബിതങ്ങൾ സുജൂദ് ചെയ്യുമ്പോൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തിന്റെ ചുമലിൽ കയറി ഇരുന്നിട്ടുണ്ട്. അവർ കുരുന്നുകളാണ്. അവരുടെ ഉള്ളിലും കുട്ടിത്വവും കുറുമ്പുമുണ്ട്. ഉസ്താദിന്റെ മക്കളാണ് എന്ന പേരിൽ അവരിൽ ഉള്ളിലുള്ള കുട്ടിത്തം നിങ്ങളായിട്ട് നശിപ്പിക്കരുത്. ഇന്ന് ഞാനതിവിടെ പറയുന്നത് എനിക്ക് സംഭവിച്ച കാര്യം മറ്റൊരു കുട്ടിക്ക് ഇനി സംഭവിക്കരുത് എന്ന് എനിക്ക് ആഗ്രഹമുള്ളത് കൊണ്ടാണ്. എൻ്റെ ഉപ്പയും ഉമ്മയും റബ്ബും കൂടെയുള്ളത് കൊണ്ടാണ് ഞാൻ വിജയം കൈവരിച്ചത്. ഇത് എൻ്റെ വിജയമല്ല, നേരിന്റെ വിജയമാണ്.
അവിടെ ഇരുന്ന പലരുടെയും കണ്ണുകൾ നിറഞ്ഞു. മാത്രം കഥയല്ല, പല ഉസ്താദന്മാരുടെ മക്കളുടെയും കഥയാണ്. അവരുടെ നിസ്സഹായതയുടെ കഥയാണ്. കഥ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലൊരു അനുഭവം വന്നിട്ടുണ്ടോ എന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ നല്ലൊരു സ്റ്റോറി വീഡിയോ ആയിട്ട് വീണ്ടും വരാമെന്ന പ്രതീക്ഷയിൽ ഗുഡ് ബൈ.